സഖാവ് ചിന്താ ജെറോമിനെ നമുക്കറിയാം. SFIക്ക് ശേഷം പൊതുപ്രവർത്തനത്തിന്റെ എല്ലാം ഭാഗമായി വന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറെ യാത്രകൾ പോകാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി. രാജ്യത്തിനകത്തും അതോടൊപ്പം തന്നെ രാജ്യത്തിന് പുറത്തും അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ചിന്തച്ചേച്ചി നമ്മൾ വിചാരിച്ച പുള്ളിയൊന്നും അല്ല കേട്ടോ. ഭയങ്കരമായ ആള്. ക്യൂബൻ പ്രസിഡന്റ് ചിന്തച്ചേച്ചി വിളിച്ച മുദ്രാവാക്യം ഏറ്റു വിളിക്കാൻ വേണ്ടി 2 കൈയും കെട്ടി ഓരം പറ്റി കാത്തു നിന്നെന്ന് പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? ഞാൻ മുദ്രാവാക്യം വിളിച്ചു. ഞാൻ വിവാ ക്യൂബ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചു. അന്യനാട്ടുകാർക്ക് എന്നെ അറിയാം, എന്റെ കവിതകളെയും. അതിന്റെ തെളിവാണ് ഈ ബൊക്കയും ഈ മാലയും. പ്രസിഡന്റ് ആ യോഗം കഴിഞ്ഞിറങ്ങി താഴെ വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നു. ഉണ്ടോ? ഓ, ഭയങ്കരം തന്നെ. സദസ്സിൽ നിന്നുയർന്ന കരഘോഷം ഇവിടത്തെ കിഴങ്ങന്മാരെന്ന് കാണേണ്ടതായിരുന്നു. എന്നിട്ട് പ്രസിഡന്റ് ചിന്തച്ചേച്ചിയുടെ മുദ്രാവാക്യം വിളിയിൽ അങ്ങ് ബോധരഹിതനായി വീണിട്ട് ബോധം വന്നപ്പോ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തോളിൽ തട്ടിയിട്ട് പറയുക, ചിന്തമോളെ നീ വെറും ചിന്തയല്ല, ചിന്ത വെന്തതാ നീ എന്ന്. ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിളിക്കുന്ന ഒരു ഭയങ്കരം തന്നെ. വാഴക്കൊലയുടെ 2 വരിയും കൂടെ അവിടെ വെച്ച് കാച്ചായിരുന്നു എങ്കിൽ തേങ്ങാക്കൊലയിൽ കൂടെ അവിടെ നിന്ന് ഒരു PhD എക്സ്ട്രാ കിട്ടിയാന്. അങ്ങനെ ഡബിൾ PhD. വിവാ ക്യൂബ എന്നുള്ളതും ഹസ്താല വിക്ടോറിയ സിയംബ്രെ എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഞങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ വിവാ ക്യൂബ എന്നുള്ളതും ഹസ്താല വിക്ടോറിയ സിയംബ്രെ എന്നൊക്കെയുള്ള മസാലയിട്ട സീബ്രയോ? ക്യൂബൻ പ്രസിഡന്റ് അവിടെ നിന്നിട്ട് ഒരു മുദ്രാവാക്യം തിരിച്ചു വിളിക്കുകയാണ്. എന്നിട്ട് അത് വിവാ പാലസ്റ്റീന എന്നാണ്. പാലസ്റ്റീനയ്ക്ക് വീവ കിട്ടിയോ ചിന്ത ചേച്ചി? ഞങ്ങൾക്ക് ആകാംക്ഷ അടക്കാൻ പറ്റുന്നില്ല. ചിമ്മിനി അല്ല മെൻമിനി ആള് കൊള്ളാലോ. ഓ, അതൊക്കെ പറയുമ്പോ ആ കണ്ണ് രണ്ടും വിടർന്ന് രോമകൂപങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് അയ്യോ നാട്ടുകാരെ ആർമാദിപ്പിൻ, ആവേശത്തോടെ കൈയടിപ്പിൻ എന്ന് പറയുകയാ. അത് വിവാ പാലസ്റ്റീന എന്നാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹം പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം ആ സദസ്സിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് രേഖപ്പെടുത്തുന്നു. വലിയ കാര്യമായി പോയി. ഒരു രാജ്യത്തിനോടുള്ള ഐക്യദാർഢ്യം മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് രേഖപ്പെടുത്തുന്നു. ഓ, അത്ഭുതം. എന്താണ് പുള്ളി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം സമയം എടുത്തു. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഞങ്ങൾ ആ പ്രസിഡന്റിന്റെ മുദ്രാവാക്യം ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നു. അപ്പോൾ അന്ന് ഞാൻ ധരിച്ചിരിക്കുന്നത് കേരളീയ വസ്ത്രമാണ്. അതിൽ മാത്രം ഞങ്ങൾക്കൊരു പ്രതിഷേധമുള്ളൂ. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ്. കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങൾ എന്തോന്ന് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ്. കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങൾ അത് ശരി, വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാ കേട്ടോ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കേരള ഭൂഖണ്ഡത്തിൽ നിന്ന് ചെന്ന ചേച്ചി, പിന്നെ കൂടെ മറ്റു കുറച്ച് സഖാക്കള്, പിന്നെ തമിഴ്നാട് ഭൂഖണ്ഡത്തിൽ നിന്നും കർണാടക ഭൂഖണ്ഡത്തിൽ നിന്നും ഒന്നും ആരും ഇല്ലായിരുന്നോ ചേച്ചി? ഇന്ത്യ ഭൂഖണ്ഡത്തിൽ നിന്ന് വല്ലവരും ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞ ഇത് നമ്മൾ എങ്ങനെ ചെയ്ത് നിയന്ത്രിക്കും? എന്നിട്ട് വലിയ ബുദ്ധിജീവി ചമഞ്ഞിരുന്ന ഈ വിവരദോഷം എല്ലാം പറയുന്നത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. സൗത്ത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള കുറച്ചും കൂടെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്ന നമുക്ക് ഇച്ചിരിയും കൂടെ ബലം കാണിക്കായിരുന്നു സൗത്ത് ഇന്ത്യയുടെ. അതെങ്ങനെ ഇരിക്കും? ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് സഖാക്കളുണ്ട്. ആദ്യം പറഞ്ഞ് കേരളം പോലുള്ള ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ നിന്ന് വന്നവരെ കൂടാതെ ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരാരാണ്? വികസനം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കി ലോകരാജ്യങ്ങളെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ ക്യൂബ വളരെയധികം ഇന്നത്തെ ചർച്ചയിലും ഇന്നത്തെ വിഷയങ്ങളിലും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതൊക്കെ സമ്മതിച്ചു തന്നു. ക്യൂബയുടെ രാഷ്ട്രത്തലവൻ മുദ്രാവാക്യം വിളിക്കുന്നു. ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് പാലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമാണ്. ക്യൂബൻ പ്രസിഡന്റിന്റെ വാഗൊണ്ട് വിളിച്ച ആ മുദ്രാവാക്യം ഒരു ഭരണിയിലിട്ട് ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിലേ ക്യൂബൻ പ്രസിഡന്റിന്റെ പാവന സ്മരണയ്ക്കെന്നും പറഞ്ഞ് ഇടയ്ക്കത് നോക്കി പുളകം കൊള്ളായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് കിട്ടുന്ന ചില ഭാഗ്യങ്ങളാണ്. ചൈനയെ പുകഴ്ത്തിയാലും ക്യൂബയെ പുകഴ്ത്തിയാലും പാലസ്തീനെ പുകഴ്ത്തിയാലും പാകിസ്ഥാനെ പുകഴ്ത്തിയാലും കുഴപ്പമില്ല. ജനിച്ച മണ്ണിനെ അറിയാതെ പോലും പുകഴ്ത്തി ഒരു വാക്ക് പറഞ്ഞു കളയരുത് കേട്ടോ. അയ്യോടാ, അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. ഒരു കൂറും ജനിച്ച മണ്ണിനോട് കാണിക്കരുതേ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം എവിടെ പോയി പ്രസംഗിച്ചാലും. കഷ്ടം. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ്. കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങൾ, ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് സഖാക്കളുണ്ട്. അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് പോലും ഒരു വാഴയ്ക്കായി അറിഞ്ഞില്ലെങ്കിൽ എന്താ? വാഴക്കൊലയിൽ PhD അല്ലേ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത്.
ഈ വിവരദോഷം നമ്മൾ സഹിക്കണോ എന്ന് കേരള ജനത ഒന്നടങ്കം ചോദിക്കുമ്പോഴും നിങ്ങളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, സഹിച്ചേ പറ്റൂ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഏറ്റുവിളിക്കുന്ന ഒരു നിങ്ങൾ ക്യൂബ പോലെയുള്ള വികസിത രാജ്യങ്ങളിലേക്കൊക്കെ ടൂർ പോകുന്നത് ഇരിക്കട്ടെ, നിങ്ങൾ അതൊക്കെ ആസ്വദിച്ചോ? അവിടെ നിന്ന് കിട്ടുന്ന ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിൽ നിങ്ങൾ പുളകം കൊണ്ടോ? ഒറ്റയ്ക്കിരുന്ന് പുളകം കൊണ്ടാ പോരെ? ഇതിനകത്തെ ഒരു ത്രില്ലില്ല. ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് മൈക്കും വെച്ചത് നാട്ടുകാരോട് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ? ന്യായമല്ലേ? നിങ്ങളുടെ ആനന്ദലബ്ധി ക്യൂബയിലും ചൈനയിലുമായിട്ടൊക്കെ കിടക്കുക, ആർമാദിച്ചോ. അവിടെ ചെന്ന് കിടന്ന് ആർമാദിച്ചിട്ടിങ്ങി പോര്, ഇവിടെ പറയണ്ട. ഫ്രാൻസിൽ നിന്നും റഷ്യയിൽ നിന്നും പല ഭൂഖണ്ഡങ്ങളിൽ നിന്നും വന്ന ആളുകൾ ക്യൂബയിൽ ഒത്തുകൂടി. ഇങ്ങോട്ട് വന്നേ നീ. അല്ല, പറയുന്നതോ പോട്ടെ, അതിന്റെ കൂടെ ഒരു ഡസൻ വിവരദോഷമോ എടുത്ത് തള്ളുന്നത്. അപ്പൊ അങ്ങനത്തെ ചില ഭാഗ്യങ്ങൾ കൂടി എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ബാലൻസ് ചെയ്ത് പോകുന്നത്. ക്യൂബയിൽ പട്ടിണിയാണ്, ഇവിടെ നിന്നുള്ള അടിയന്തരമായിട്ടുള്ള ഒരു ബക്കറ്റ് പിരിവ് അവർക്ക് അത്യാവശ്യമാണ് എന്നൊക്കെ പറയുന്നത് ശത്രുക്കളാ കേട്ടോ. പറഞ്ഞിട്ടില്ല. അവിടെ നമുക്ക് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? കേരള രാജ്യത്തിന് വേണ്ടി. ഇന്ത്യയായിട്ട് ബന്ധമൊന്നുമില്ല ക്യൂബയ്ക്ക്, കേരള രാജ്യവുമായി, കേരള ഭൂഖണ്ഡം അല്ലേ? അതെ അതെ. കേരള ഭൂഖണ്ഡവുമായിട്ട് എന്ത് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാം, എങ്ങനെ കേരള രാജ്യത്തെ, കേരള ഭൂഖണ്ഡത്തെ സഹായിക്കാം എന്നൊക്കെയുള്ള ആലോചനയിലാണ് ക്യൂബ. അല്ല, പിന്നെ കുറച്ചു മുമ്പ് സീബ്രായോ ബ്രായോ ബ്രിയോ എന്തൊക്കെയാ പറയുന്നത് കേട്ടില്ലോ, വേറെ ഏതോ ഭാഷ. വിവ ക്യൂബ എന്നുള്ളതും ഹസ്താല വിക്ടോറിയ സിയംബ്രെ എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഞങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ അതൊന്നും ഇവിടെ വന്ന് വിളിച്ചു കളഞ്ഞേക്കരുതേ. മുഖ്യ സഖാവ് എങ്ങോട്ട് ഓടണമെന്നറിയാതെ നിലയില്ലാതെ നിൽക്കുകയാണ്. അവിടോട്ട് എന്നതൊക്കെ പറഞ്ഞ കാര്യം തീർന്നു. ഇപ്പൊ കിട്ടുന്ന ടൂറിനുള്ള കാശും പിന്നെ കിട്ടത്തില്ല. പിന്നെ ചിന്ത ചേച്ചി, ക്യൂബയിൽ പോയപ്പോൾ അവിടെയും കൊണ്ട് പ്രസിഡന്റിന് ഒരു പൊതിച്ചോറ് കൊടുത്തു. ആ പൊതിച്ചോറ് കൊടുത്തതോടുകൂടി, അത് കഴിച്ചതോടുകൂടി ക്യൂബ ലോകത്തെ ആദ്യത്തെ അതിദാരിദ്ര്യരഹിത രാജ്യമായി കളഞ്ഞു എന്നൊക്കെ പരദൂഷണക്കാർ പറയുന്നുണ്ടല്ലോ. ആക്കരുത്, സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. വിവ ക്യൂബ എന്നുള്ളതും ഹസ്താല വിക്ടോറിയ സിയംബ്രെ എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഞങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ എല്ലാവരും അയറ്റിപ്പഴപ്പ്, അതിനുള്ള കാട്ടിക്കൂട്ടലുകൾ. ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി വീവ ക്യൂബ മാത്രമല്ല, വീവ അമേരിക്കയും നമ്മൾ വിളിക്കും. എല്ലാം ഞങ്ങൾക്ക് അറിയാം, നമുക്കറിയാം, പക്ഷെ നമ്മൾ അത് പുറത്ത് കാണിക്കത്തില്ല. പിന്നെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ഒരു രസമുണ്ട്. പക്ഷെ വിവരദോഷം അങ്ങ് കടന്നാക്രമിക്കുമ്പോഴേ നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. അതുകൊണ്ട് ഭൂഖണ്ഡം എന്താണ്, രാജ്യം എന്താണ്, സംസ്ഥാനം എന്താണ്, പഞ്ചായത്ത് എന്താണ്, ഈ വക കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചേച്ചും ഇനി വിദേശ രാജ്യങ്ങളിൽ ടൂർ അടിക്കണം കേട്ടോ. നിന്നെ പോലൊരു മരക്കഴുതയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ നല്ല കാലം ക്യൂബൻ മോഡലൊന്നും പുതിയതായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവതരിപ്പിച്ചില്ല. അപ്പൊ ചേച്ചി ഓല